Introduction to Good morning all. MA ഇഗ്നോ പൊളിറ്റിക്കൽ സയൻസിലെ പൊളിറ്റിക്കൽ തിയറിയിലെ ഇക്വാലിറ്റി എന്ന ചാപ്റ്ററിലെ ഒന്നാം ഭാഗമാണിത്. നമ്മൾ ടെക്സ്റ്റ് ബുക്കിലെ പോയിന്റ്സ് 1 by 1 ആയിട്ട് ഡിസ്കസ് ചെയ്യാണ്. അതുപോലെ തന്നെ സിവിൽ സർവീസിന് ഓപ്ഷണൽ PSR ആയി എടുത്തിട്ടുള്ളവർക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോ ആണിത്. നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. ഇക്വാലിറ്റി. വാട്ട് ഈസ് ഇക്വാലിറ്റി? എന്താണ് ഇക്വാലിറ്റി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? Equality is not easy to define. It's a complex idea. It's always linked with other big ideas like justice, liberty, rights, and property. So, equality is one of the most confusing and difficult concept in social, economic, moral, and political philosophy. ഇപ്പോൾ ഇക്വാലിറ്റി എന്ന് പറയുന്നത് നമുക്ക് ഡിഫൈൻ ചെയ്യുക എന്ന് പറയുന്നത് ഈസി അല്ല. അത് ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് സോഷ്യൽ, എക്കണോമിക്, മോറൽ, പൊളിറ്റിക്കൽ ഫിലോസഫി ഇതിലേതിലായാലും ഇക്വാലിറ്റി ഒരു കൺഫ്യൂസിങ് കൺസെപ്റ്റ് ആണ്. ഇറ്റ് ഈസ് കണക്റ്റഡ് വിത്ത് അതർ ഐഡിയാസ് ലൈക്ക് ജസ്റ്റിസ്, ലിബർട്ടി ആൻഡ് പ്രോപ്പർട്ടി. ഇനി ഇതിന്റെ ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റിലോട്ട് പോവുകയാണെങ്കിൽ ancient thinkers, whether it is Greek, Stoic, Christian fathers, highlighted different aspects of equality, and liberalism and Marxism later gave equality a new and different meaning. Contemporary movement, feminism, environmentalism are redefining equality further. ആൻഷ്യന്റ് തിങ്കേഴ്സ് ഗ്രീക്കിലൊക്കെ പറഞ്ഞിരുന്ന ഇക്വാലിറ്റി ഒരു സിറ്റിസണിലെ സ്മോൾ ഗ്രൂപ്പിന് വേണ്ടി മാത്രമായിരുന്നു. അവിടെ സ്ത്രീകളും അടിമകളും ഫോറിനേഴ്സും ഒക്കെ എക്സ്ക്ലൂഡഡ് ആയിരുന്നു. വുമൺ, സ്ലേവ്സ് ആൻഡ് ഫോറിനേഴ്സ് വർ എക്സ്ക്ലൂഡഡ് ആയിരുന്നു. സ്റ്റോയിക്കിന്റെ കാര്യത്തിലാണെങ്കിൽ എല്ലാവർക്കും ഈക്വൽ വാല്യൂസ് ആയിരുന്നു. ഏർലി ക്രിസ്ത്യൻസിൽ അത് സ്പിരിച്വലി ഈക്വൽ ആയിരുന്നു. ക്രിസ്ത്യൻ റൈറ്റേഴ്സും അങ്ങനെ തന്നെയാണ്. ദൈവത്തിന് മുമ്പിൽ എല്ലാവരോടും ഈക്വൽ ആണ്, റിച്ച് പുവർ എന്നുള്ള വ്യത്യാസം ഇല്ല എന്നുള്ളത്. പക്ഷെ ലിബറലിസം വന്ന സമയത്ത്, നിങ്ങളിപ്പോൾ പഠിച്ച ലിബറലിസം വന്ന സമയത്ത് അവിടെയാണ് ഒരു ലീഗൽ പൊളിറ്റിക്കൽ ഇക്വാലിറ്റി, എല്ലാവരും നിയമത്തിന് മുമ്പിൽ തുല്യരാണ്, എല്ലാവർക്കും വോട്ട് ചെയ്യാനും പ്രോപ്പർട്ടി ഓൺ ചെയ്യാനുള്ള അവകാശമുണ്ട്. പക്ഷെ അവിടെ ഒരു എക്കണോമിക് ഇനിക്വാലിറ്റി അവർ ആക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തു, റിച്ചും പുവറും അവിടെ ഉണ്ടാവും എന്നുള്ളത്. അപ്പോൾ ലിബറൽ ഇക്വാലിറ്റി, റൂൾ ഓഫ് ലോ ആൻഡ് ഈക്വൽ റൈറ്റ് ഒക്കെ പറയുന്നുണ്ടെങ്കിലും നോട്ട് ഫുൾ സോഷ്യൽ എക്കണോമിക് ഇക്വാലിറ്റിയാണ്. അവിടെ സാമ്പത്തിക അസമത്വം അതുപോലെ തന്നെ ഉണ്ട്. പിന്നെ വരുന്ന മാർക്സിസം ആണ് ഇവിടെ എക്കണോമിക് ഇക്വാലിറ്റിക്ക് വേണ്ടിയിട്ട് പറയുന്നത്. ക്രിട്ടിസൈസ്ഡ് ലിബറലിസം ഫോർ ഇഗ്നോറിംഗ് ക്ലാസ് ബേസ്ഡ് എക്സ്പ്ലോയിറ്റേഷൻ. ഇവിടെ പറഞ്ഞിട്ടുള്ളത് മാർക്സിസം എപ്പോഴും പറയും ക്ലാസ്, അതായത് ബൂർഷ്വാസി എപ്പോഴും താഴെയുള്ളവരെ എക്സ്പ്ലോയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവിടെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയുടെ അബോളിഷന് വേണ്ടിയിട്ടാണ് മാർക്സിസം ഹൈലൈറ്റ് ചെയ്യുന്നത്. ഇപ്പൊ നോ റിച്ച് പുവർ ആൻഡ് എ ക്ലാസ്ലെസ് സൊസൈറ്റി ആണ്. അപ്പൊ ഇത് ട്രൂ ഇക്വാലിറ്റി ഓൺലി കംസ് വെൻ എക്കണോമിക് എക്സ്പ്ലോയിറ്റേഷൻ എൻഡ്സ് എന്നാണ് മാർക്സിസത്തിന്റെ ഒരു ഇത് മുന്നോട്ട് വെക്കുന്ന ആശയം. എൻഡ് ഓഫ് ക്ലാസസ് ആൻഡ് എക്കണോമിക് എക്സ്പ്ലോയിറ്റേഷൻ ആണ് മാർക്സിസ്റ്റ് ഇക്വാലിറ്റി. പിന്നെ കണ്ടംപററി മൂവ്മെന്റിൽ ഇപ്പൊ നമ്മൾ ഫെമിനിസം, ഇക്വാലിറ്റി ഓഫ് മെൻ ആൻഡ് വുമൺ ഇൻ റൈറ്റ്സ്, പേ, ഓപ്പർച്യൂണിറ്റീസ്, അതായത് സ്ത്രീ പുരുഷ സമത്വം. റേസിസം, ആന്റി റേസിസത്തിൽ വരുന്ന ഇക്വാലിറ്റി അക്രോസ് റേസസ്, ഫൈറ്റിംഗ് അഗെയിൻസ്റ്റ് ഡിസ്ക്രിമിനേഷൻ, നമ്മുടെ കറുത്ത വെളുത്ത വർഗ്ഗക്കാർ ആ ഒരു വിഭജനത്തിനെതിരെ വരുന്നത്. പിന്നെ വരുന്നത് എൻവയോൺമെന്റലിസം ആണ്. അപ്പൊ നമ്മുടെ ഇക്വാലിറ്റി എന്ന് പറയുമ്പോൾ നാച്ചുറിനും ഫ്യൂച്ചർ ജനറേഷനും കൂടിയിട്ട് ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ഇക്വാലിറ്റി, നമുക്ക് മാത്രമല്ല ഇനി വരുന്ന ആൾക്കാർക്കും കൂടി ഇവിടെ ഒരു ഈക്വൽ അവകാശമുണ്ട് എന്നുള്ള ബോധത്തോടെ നമ്മുടെ പദ്ധതികളെയൊക്കെ വേറൊരു വീക്ഷണത്തോടെ കാണും. അതാണ് എൻവയോൺമെന്റലിസം എന്ന് പറയുന്ന ഇക്വാലിറ്റി. അത് ബിയോണ്ട് ഹ്യൂമൻസ് ആണ്, ഇൻക്ലൂഡിങ് നാച്ചുർ, സ്ട്രെസ്സസ് ഫോർ നാച്ചുർ ആൻഡ് അതർ ക്രിയേച്ചർ ആൻഡ് ഫോർ ഫ്യൂച്ചർ ജനറേഷൻ. അപ്പോൾ മോഡേൺ ഇക്വാലിറ്റി എന്ന് പറയുന്നത് ബ്രോഡർ ആണ്, കുറച്ചുകൂടി ബ്രോഡർ ആണ്. അപ്പം അതിൻ്റെ ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഈ കാര്യങ്ങൾ ആണ്. പിന്നെ ഇക്വാലിറ്റി ഈസ് എസെൻഷ്യലി നമുക്ക് പറയാൻ പറ്റിയ ഒരു മോഡേൺ പ്രിൻസിപ്പിൾ ആണ്. ഇപ്പോൾ മോഡേൺ സൊസൈറ്റീസ് ഇനിക്വാലിറ്റി ഒരു നാച്ചുറൽ ആയിട്ടോ അൺക്വസ്റ്റ്യനബിൾ ആയിട്ടോ നമുക്കിപ്പോൾ കാണാൻ കഴിയില്ല. പിന്നെ ഒരു സൊസൈറ്റി മോഡേൺ എന്ന് പറയുന്നത് എപ്പോഴാണ്? ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഇക്വാലിറ്റി സ്റ്റാൻഡേർഡ് ടു ജഡ്ജ് വെദർ എ സൊസൈറ്റി ഈസ് മോഡേൺ. ഒരു സൊസൈറ്റിയിൽ ഇക്വാലിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഇന്ന് ആ സൊസൈറ്റിയെ മോഡേൺ എന്ന് പറയൂ. അപ്പോൾ മോഡേണൈസേഷൻ ഈസ് ലിങ്ക്ഡ് വിത്ത് പൊളിറ്റിക്കൽ
ഇഗാലിറ്റേറിയനിസം, അതായത് ഈക്വൽ പൊളിറ്റിക്കൽ റൈറ്റിന് ഓപ്പർച്യൂണിറ്റീസ് ആണ് നമ്മൾ എന്ത് പറയാം, പൊളിറ്റിക്കൽ ഇഗാലിറ്റേറിയനിസം എന്ന് പറയാം. അപ്പോൾ ഈക്വൽ സെയിം പൊളിറ്റിക്സ് ഫോർ ഓൾ അങ്ങനെ ഉണ്ടാണെങ്കിൽ, അപ്പോൾ മോഡേണൈസേഷൻ ഈസ് ഈക്വൽ ടു പൊളിറ്റിക്കൽ ഇഗാലിറ്റേറിയനിസം ആണ്. നമ്മൾ മോഡേണിസ് സൊസൈറ്റി എന്ന് പറയുന്നത് ഒരിക്കലും കുറെ ടെക്നോളജി ഉള്ളത് കൊണ്ടല്ല, പക്ഷെ അവിടെ ഇക്വാലിറ്റി ആണ് അതിന്റെ സ്റ്റാൻഡേർഡ് ഓഫ് പ്രിൻസിപ്പിൾ ആയിട്ട് മാറിയിട്ടുണ്ട്. ഇനി പൊളിറ്റിക്കൽ പ്രഷർ ഇൻ മോഡേൺ സൊസൈറ്റി, ഇപ്പോൾ സോഷ്യൽ പ്രഷറും, അതായത് പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫേസ് കോൺസ്റ്റന്റ് ഡിമാൻഡ് ടു എൻഷുർ ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് ഫോർ ആൾ റിഗാർഡ്ലെസ് ഓഫ് എത്നിസിറ്റി, ജെൻഡർ, സെക്ഷുവൽ ഐഡന്റിറ്റി ഓർ ഏജ്. അപ്പോൾ ഈ പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷന് എപ്പോഴും നമ്മുടെ ഈക്വൽ ഓപ്പർച്യൂണിറ്റി, അത് അവരുടെ വംശീയ ജാതീയമായ അവസ്ഥകൾക്കപ്പുറം ഈക്വൽ ഓപ്പർച്യൂണിറ്റി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ട്. ഇനി യൂണിവേഴ്സൽ സിറ്റിസൺഷിപ്പ്, ഇക്വാലിറ്റി ഈസ് എ കോർ വാല്യൂ ഓഫ് മോഡേൺ ഇൻഡസ്ട്രിയൽ ഡെമോക്രസി. നമ്മുടെ ഈ കാലഘട്ടത്തിലെ എന്താണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം സമത്വം എന്ന് പറയുന്നതാണ്. അപ്പോൾ ഈ യൂണിവേഴ്സൽ സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ ഐഡിയോളജിയുടെ ഒരു സെൻട്രൽ ഇതായിട്ടും കൂടി മാറിക്കഴിഞ്ഞു. എവ്രി വൺ ഈസ് ട്രീറ്റഡ് ആസ് എൻ ഈക്വൽ സിറ്റിസൺ, അതിനാണ് നമ്മളൊരു യൂണിവേഴ്സൽ ആയിട്ടൊരു കൺസെപ്റ്റ് കൊടുക്കുന്നത് അവിടെ. പിന്നെ അതുപോലെ തന്നെ ഇക്വാലിറ്റി എന്ന് പറയുന്നത് ഏജന്റ് ഓഫ് സോഷ്യൽ ചേഞ്ച് ആണ്. ഇക്വാലിറ്റി ഈസ് യൂസ്ഡ് ആസ് എ ക്രൈറ്റീരിയൻ ഫോർ റാഡിക്കൽ സോഷ്യൽ ചേഞ്ച്. ഇറ്റ് ഈസ് ദ ബാക്ക് ബോൺ ഓഫ് ഡെമോക്രസി. ഇറ്റ് ഈസ് ഡീപ്ലി കണക്റ്റഡ് വിത്ത് ദ ഡെവലപ്മെന്റ് ഓഫ് ഡെമോക്രാറ്റിക് പൊളിറ്റിക്സ്. അപ്പോൾ ഈ ഡിമാൻഡിങ് ഫെയർനെസ് അല്ലെങ്കിൽ ആ ഒരു അൺഫെയർ പ്രിവിലേജിനെ റിജക്ട് ചെയ്യുക എന്ന് പറയുന്നത് ഡെമോക്രസിയാണ്. ഇക്വാലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ റേഡിക്കൽ സോഷ്യൽ ചേഞ്ചിന്റെ ക്രൈറ്റീരിയ ആണ്, ഡീപ്ലി കണക്റ്റഡ് വിത്ത് ഡെവലപ്മെന്റ് ഓഫ് ഡെമോക്രാറ്റിക് പൊളിറ്റിക്സ് ആണ്. അപ്പോൾ മോഡേൺ സൊസൈറ്റി എന്ത് ചെയ്യുന്നു, ഇനിക്വാലിറ്റീനെ റിജക്ട് ചെയ്യുന്നു. അതിന് ഓട്ടോമാറ്റിക്കലി ജസ്റ്റിഫൈബിൾ ആണ് അതിനെ റിജക്ട് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ഇനി റിവല്യൂഷണറി ബേസിസ് ആണെങ്കിൽ നമ്മളിപ്പോൾ പറയുകയാണെങ്കിൽ അമേരിക്കൻ ഫ്രഞ്ച് റിവല്യൂഷനാണ് ഇതിന് കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നത്. മോഡേൺ സോഷ്യൽ ട്രാൻസ്ഫർമേഷൻ 1776 അമേരിക്കൻ റിവല്യൂഷനും 1789 ഫ്രഞ്ച് റിവല്യൂഷനും. അപ്പോൾ സൊസൈറ്റീനെ കൂടുതൽ ഡെമോക്രാറ്റിക് ആൻഡ് ഫാസിസ്റ്റമായിട്ട് അത് മാറ്റി. ഈവൻ ടുഡേ ഇറ്റ് ഡ്രൈവ് സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ മൂവ്മെന്റ് ഫോർ ജസ്റ്റിസ്. ഇന്നും അതൊരു സോഷ്യൽ പൊളിറ്റിക്കൽ മൂവ്മെന്റ് ആയിട്ട് പോകുന്നുണ്ട്. അടുത്തത് ഇക്വാലിറ്റി. The demand for equality arises in response to existing inequality. Inequality has existed since the beginning of human society. എപ്പോഴാണ് ഒരാൾ ഒരു ഇക്വാലിറ്റിക്ക് വേണ്ടി ഡിമാൻഡ് ചെയ്യുക, അതെപ്പോഴും റിലേറ്റീവ് ആണ് ഇക്വാലിറ്റി എന്ന് പറയുന്ന കൺസെപ്റ്റ്. ഒരാളെ നമ്മൾ അൺഈക്വലി ട്രീറ്റ് ചെയ്യുമ്പോഴാണ് അയാൾ ഇക്വാലിറ്റിക്ക് വേണ്ടി ആവശ്യപ്പെടുന്നത്. അപ്പോൾ ഇനിക്വാലിറ്റി ഉണ്ടാവുന്ന സമയത്താണ് അവിടെ നമ്മൾ ഡിമാൻഡ് ചെയ്യുന്നത് ഇക്വാലിറ്റിക്ക്. അപ്പോൾ എല്ലാ സൊസൈറ്റിയിലും ഈ ഇനിക്വാലിറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ അത് റെസ്പോൺസ് ടു ഇൻജസ്റ്റിസ്, നമ്മുടെ ഇക്വാലിറ്റി എന്ന് പറയുന്നത് ഈ ഇൻജസ്റ്റിസിനോടുള്ള റെസ്പോൺസ് ആയിരുന്നു എപ്പോഴും. നമുക്കിനി ഹിസ്റ്റോറിക്കൽ എക്സാമ്പിൾസ് നമ്മൾ കുറേ പഠിച്ചതാണ്. ഇപ്പോൾ ക്ലാസിക്കൽ ഗ്രീസിൽ സൊസൈറ്റിയിൽ 3 ക്ലാസ്സസ് ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ സിറ്റിസണും സ്ലേവും തമ്മിൽ മെൻ ആൻഡ് വുമൺ റേഷണൽ സിവിക് കപ്പാസിറ്റിയിൽ ഡിഫറൻസ് ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഓൺലി സിറ്റിസൺ, ആ പൊളിറ്റിക്സിലൊക്കെ ഈ സിറ്റിസൺസിന് മാത്രമേ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നുള്ളൂ. സിവിൽ ആർക്ക് ബാക്കിയുള്ള സ്ലേവ്സിനൊന്നും പറ്റുമായിരുന്നില്ല. ഇനിയിപ്പോൾ ഹിന്ദു സൊസൈറ്റിയിലാണെങ്കിൽ ബ്രാഹ്മിൻ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര, അവിടെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ചിലവർക്ക് സ്പെഷ്യൽ പ്രിവിലേജ് ഉണ്ടായിരുന്നു ചില ജാതികൾക്ക്. അതിൽ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് വർ ബേസ്ഡ് ഓൺ കാസ്റ്റ് ക്ലാസിഫിക്കേഷൻ ആയിരുന്നു. അതിന് മെഡീവിയൽ ഫ്യൂഡലിസം വരുവാണെങ്കിൽ ലീഗൽ പ്രിവിലേജ് ഡിറ്റർമൈൻഡ് ബൈ സ്റ്റാറ്റസ് ആൻഡ് ബർത്ത് ആയിരുന്നു. ഇനിക്വാലിറ്റി 18th സെഞ്ച്വറി തോട്ട്സിൽ ഇനിക്വാലിറ്റി എന്ന് പറയുന്നത് നാച്ചുറൽ ആയിട്ട് കണ്ടിരുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ ഹ്യൂമൻ ഹിയറാർച്ചി വാസ് കൺസിഡേഴ്സ് നാച്ചുറൽ ആൻഡ് അൺഅവോയ്ഡബിൾ, അങ്ങനെയായിരുന്നു അവർ കണ്ടിരുന്നത്. 18th സെഞ്ച്വറിക്ക് മുമ്പാണിത് കേട്ടോ. അപ്പോൾ 18th സെഞ്ച്വറിയിലാണ് ലിബറലിസം വരുന്നത്. അതിനു മുമ്പ് ഇത് കോമൺ ആണ്, ഡിവൈൻ കിങ് എന്ന് പറയുന്നത് ദൈവത്തിന്റെ പ്രതിപുരുഷനാണ്, അല്ലെ ഉയർന്ന ജാതിക്കാർ, അല്ലെ ഉയർന്ന ക്ലാസ്, അത് നാച്ചുറലായിട്ട് അവർക്ക് കിട്ടിയ ദൈവികമാണ്, അതിനെ ആരും ക്വസ്റ്റ്യൻ ചെയ്യാൻ പാടില്ല. അപ്പോൾ അതിനെങ്ങനെയൊക്കെയാണ് ജസ്റ്റിഫൈ ചെയ്തത്? റേസ്, ഒന്ന് കറുത്തവര് അല്ലെ വെളുത്തവർക്ക് അത് മുൻഗണനയുണ്ട്. ആൻസിസ്ട്രി, ഏജ്, സെക്സ്, റിലീജിയൻ, മിലിറ്ററി സ്ട്രെങ്ത്, കൾച്ചർ, വെൽത്ത്, നോളജ്. അപ്പൊ ഇതിന്റെയൊക്കെ പേരിൽ അതിനെ അങ്ങ് ജസ്റ്റിഫൈ ചെയ്തിരുന്നു. ഇപ്പൊ ഒരു ടേർണർ പറയുന്ന ഒരു കാര്യം, ഇനിക്വാലിറ്റി മൾട്ടി ഡയമെൻഷനാണ്, അത് ക്ലാസ്, ജെൻഡർ, പവർ, വെൽത്ത് എക്സെട്ര ഉണ്ട്. അപ്പോൾ ഒരു ഇനിക്വാലിറ്റി റിമൂവ് ചെയ്തത് ചിലപ്പോൾ മറ്റൊരു ഇനിക്വാലിറ്റിയെ സ്ട്രെങ്തൻ ചെയ്യാനുള്ള സാധ്യതയുണ്ട്.
ഇപ്പോൾ ഇനിക്വാലിറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരാൾക്ക് നമ്മൾ എഡ്യൂക്കേഷൻ ഓപ്പർച്യൂണിറ്റി കൊടുത്തിട്ട് ആ ഇനിക്വാലിറ്റീനെ നമ്മൾ റിമൂവ് ചെയ്താൽ ഈ പെർഫോമൻസിൽ കുറച്ചുകൂടി ഇനിക്വാലിറ്റി അവിടെ വരും. അപ്പോൾ ചിലവർക്ക് കൂടുതൽ റിസോഴ്സസിന് ആക്സസ് ഉണ്ടെങ്കിൽ അവരായിരിക്കും അവിടെ കൂടുതൽ നന്നായിട്ട് പെർഫോം ചെയ്യുക. അപ്പോൾ അതിൻ്റെ റിസൾട്ട്സിൽ ഓപ്പർച്യൂണിറ്റീസ് ഈക്വൽ ആയാലും റിസൾട്ട്സിൽ ഡിഫറൻസ് വരും, നമ്മൾ അവർക്ക് പഠിക്കാനുള്ള ബാക്ക്ഗ്രൗണ്ട് കൊടുത്തിട്ടില്ല എങ്കിൽ. അപ്പോൾ അതിൻ്റെ മെയിൻ ഐഡിയ എന്ന് പറയുന്നത് ഇനിക്വാലിറ്റി ഈസ് നോട്ട് സിമ്പിൾ ടു സോൾവ്. അത് കോംപ്ലക്സ് ആണ്, ഇന്റർ കണക്റ്റഡ് ആണ്, ഷിഫ്റ്റിംഗ് ആണ്. ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പം എല്ലാ ക്ലാസ്സിലും സ്ലേവ്സിനും സിറ്റിസണും ഒരുപോലെ പഠിക്കാനുള്ള ഓപ്പർച്യൂണിറ്റീസ് കൊടുത്തു. പക്ഷെ പഠിക്കാനുള്ള ബാക്ക്ഗ്രൗണ്ടും പുസ്തകങ്ങളും സോഴ്സും ഒക്കെ ആർക്ക് പണമൊക്കെ സിറ്റിസണ് മാത്രമേ ഉള്ളൂ എന്നുള്ള ഒരു സാഹചര്യത്തിൽ, അപ്പൊ നമുക്ക് അവിടെ ആ ഒരു സോഷ്യൽ ബാരിയേഴ്സ്, ഇവർക്ക് ബാക്കപ്പ് പഠിക്കാനുള്ള ബാക്ക്ഗ്രൗണ്ട് കൊടുക്കേണ്ട ഫൈനാൻഷ്യൽ സപ്പോർട്ട് കൂടി കൊടുക്കണം. അങ്ങനെ ഇപ്പൊ നമ്മൾ വെറുതെ ഒരു ഓപ്പർച്യൂണിറ്റിയിൽ ഇക്വാലിറ്റി കൊണ്ടുവന്നതുകൊണ്ട് അത് സോൾവ് ആവുന്നില്ല എന്നാണ് ടർണറിന്റെ ഐഡിയ പറയുന്നത്. അപ്പോൾ ഓൾ സൊസൈറ്റിയിൽ എന്താണ് ഈ ഒരു ഇനിക്വാലിറ്റി ഉണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഒരു മോഡേൺ സൊസൈറ്റിയിൽ ഐഡിയൽ വാല്യൂ എന്ന് പറയുന്നത് ഇക്വാലിറ്റി ആണ്. ഇനിക്വാലിറ്റി റിയൽ സോഷ്യൽ ലൈഫിൽ ഒരു പേഴ്സിസ്റ്റന്റ് ഫാക്റ്റ് ആയിട്ട് ഉണ്ട് എങ്കിലും ഇപ്പൊ ജെൻഡർ ഇക്വാലിറ്റി യുണൈറ്റഡ് നാഷൻ വരെ അംഗീകരിച്ചിട്ടുള്ള സംഭവമാണ്. നമ്മുടെ എല്ലാ സൊസൈറ്റിയിലും ജെൻഡർ ഇക്വാലിറ്റി ഉണ്ടോ, സ്ത്രീ പുരുഷ സമത്വം ഉണ്ടോ? ഇല്ല. അപ്പൊ നമ്മൾ ഐഡിയൽ ആയിട്ട് പറയും സ്ത്രീ പുരുഷ സമത്വം ഉണ്ടെന്നൊക്കെ മോഡേൺ സൊസൈറ്റി അംഗീകരിക്കുമെങ്കിലും പ്രാക്ടിക്കലായിട്ട് അതിപ്പോ ജെൻഡറിൽ മാത്രമല്ല, ജാതീയമായ ചിന്തകളും എല്ലാം പൂർണ്ണമായി അസ്തമിച്ചു എന്ന് പറയാൻ പറ്റില്ല, വംശീയമായ ചിന്തകളും എല്ലാം പൂർണ്ണമായി അസ്തമിച്ചു എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ റിയാലിറ്റിയിലുണ്ട് ഇപ്പോഴും അത്, പക്ഷെ ഐഡിയലിസത്തിൽ നമുക്കില്ല എന്ന് നമ്മൾ പറയുമെങ്കിൽ കൂടി. any struggle for equality. അപ്പോൾ struggle for equality, protest against inequality. ഇനിക്വാലിറ്റി യൂണിവേഴ്സൽ എല്ലാവിടെയും ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ബട്ട് പ്രൊട്ടസ്റ്റ് അഗെയിൻസ്റ്റ് പ്രിവിലേജ് ആൻഡ് ബർത്ത് ബേസ്ഡ് ഇനിക്വാലിറ്റീസ് ബിഗാൻ വെരി ഏർലി. ആദ്യ കാലഘട്ടത്തിൽ തന്നെ ഈ സ്പെഷ്യൽ പ്രിവിലേജിനും ജന്മനാ ഉള്ള അവകാശങ്ങൾ കൊണ്ടുള്ള ഇനിക്വാലിറ്റിക്കെതിരെയുള്ള സ്ട്രഗിള് വളരെ കാലഘട്ടത്തിൽ നേരത്തെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഡോക്ട്രിൻ ഓഫ് ഇക്വാലിറ്റി ഈസ് ആസ് ഓൾഡ് ആസ് ഇനിക്വാലിറ്റി ഇൻ പൊളിറ്റിക്കൽ തോട്ട്. അപ്പോൾ wherever there was inequality, people also protested against it. എപ്പോഴൊക്കെ ഇനിക്വാലിറ്റി ഉണ്ടായിട്ടുണ്ടോ അതിനെതിരെ പ്രൊട്ടസ്റ്റ് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഈ ഇക്വാലിറ്റിയുടെ ഒരു ഐഡിയ എന്ന് പറയുന്നത് ഇനിക്വാലിറ്റിയുടെ ഐഡിയയുടെ അത്ര തന്നെ പഴയതാണ്. അപ്പൊ ആൻഷ്യൻ കോൺട്രിബ്യൂഷൻ പറയുകയാണെങ്കിൽ ഈ സ്റ്റോയിക് ഫിലോസഫർ സെനോ പറഞ്ഞിട്ടുണ്ട്, all human beings are equal, preached universal brotherhood and rejected slavery. അപ്പോൾ അതിലൊരു യൂണിവേഴ്സൽ ബ്രദർഹുഡിന്റെ ഐഡിയ കൊണ്ടുവന്നതാണ് സെനോ എന്ന സ്റ്റോയിക് സ്കൂൾ. അവർ സ്ലേവറി ഒപ്പോസ് ചെയ്തു. പിന്നെ റോമൻ എംപവർ ഇക്വാലിറ്റി ത്രൂ ലോ, കരാക്കാല എഡിക്ട്, സിറ്റിസൺഷിപ്പ് ടു ഓൾ ഫ്രീ പീപ്പിൾ ഇൻ ദ എംപയർ, അതിൽ പറയുന്നുണ്ട് കൺഫേർഡ് സിറ്റിസൺ ടു ഓൾ ഇൻഡിവിജ്വൽ ആൻഡ് കമ്മ്യൂണിറ്റീസ്. അതിൽ എംപറർ കരാക്കാല സിറ്റിസൺഷിപ്പ് ഗ്രാൻഡഡ് ടു ഓൾ ഫ്രീ ഇൻഹാബിറ്റൻസ് 2012 AD ആണ്. പിന്നെ സെന്റ് പോൾ ക്രിസ്ത്യാനിറ്റിയുടേത് സ്റ്റേറ്റഡ് ഓൾ ആർ ഈക്വൽ ഇൻ ക്രൈസ്റ്റ്, നെയ്തർ ജൂ നോർ ഗ്രീക്ക്, ബോൺ നോർ ഫ്രീ, മെയിൽ ഓർ ഫീമെയിൽ. അതിൽ പറഞ്ഞിട്ടുള്ളത് ക്രിസ്തുവിന് അങ്ങനെ മത ജാതി ലിംഗവിവേചനം ഒന്നും ഇല്ല എന്നാണ്. പിന്നെ മിഡീവിയൽ എറയിൽ, അതായത് 5th 14th സെഞ്ചുറിയിൽ ഈക്വാലിറ്റി, അത് മൂവ്മെന്റ് സെർഫ്ഡം എന്ന് പറയുന്നത് പീസന്റെ ഒരു ലാൻഡ് ആയിട്ടുള്ള ബൗണ്ട് ടു ലാൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കൺസെപ്റ്റ് ആണ്, അതിനെതിരെ ഉണ്ടായിരുന്നു. പിന്നെ ഹെറിഡിറ്ററി നൊബിലിറ്റി, നമ്മുടെ ഒരു ജന്മനാ കിട്ടുന്ന ചില പ്രിവിലേജ് ഉണ്ട്. പിന്നെ ചേർച്ചിലുള്ള ഈക്വൽ ഓപ്പർച്യൂണിറ്റിയുടെ പ്രശ്നങ്ങൾ, ഇതിനെതിരൊക്കെ അന്നേ പ്രൊട്ടസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ 15th 17th സെഞ്ചുറിയിലാണെങ്കിൽ ലാൻഡ് ഏണേഴ്സിന്റെ പ്രിവിലേജിനെതിരെ, റിലീജിയസ് ഇൻടോളറൻസിനെതിരെ, അവിടെ പ്യൂരിറ്റൻസ് മൂവ്മെന്റ്, ലെവലേഴ്സ്, നാച്ചുറൽ റൈറ്റ് തിയറി, അങ്ങനെയുള്ള ഒരുപാട്. അതുപോലെ തന്നെ റീനേസൻസും റിഫോർമേഷനും നിങ്ങൾ പഠിച്ചത് എന്ത് ചെയ്തു, ലീഗൽ ചലഞ്ചസ്, ലീഗൽ പ്രിവിലേജിനെ ചലഞ്ച് ചെയ്യായിരുന്നു അത്. അതുപോലെ തന്നെ ബ്രിട്ടനിലെ വിപ്ലവം 1649, 1688, USA അമേരിക്കൻ വിപ്ലവം, ഫ്രാൻസ് വിപ്ലവം, അതിൽ തന്നെ സ്ലോഗൻ മെൻ ആർ ബോൺ ഫ്രീ ആൻഡ് ഈക്വൽ ഇൻ റൈറ്റ് എന്നായിരുന്നു. പിന്നെ അത് ലീഗൽ പൊളിറ്റിക്കൽ ഇക്വാലിറ്റി കൊണ്ടുവരാനുള്ള ശ്രമങ്ങളായിരുന്നു അതിലൊക്കെ ഉണ്ടായിരുന്നത്.
പക്ഷേ ഇത് മിഡിൽ ക്ലാസ്സും ബൂർഷ്വാസി ഹൂ വെർ റിച്ച് ബട്ട് ലാക്ക് ദ ലീഗൽ സ്റ്റാറ്റസ് ആയിരുന്നു ഇത് കൊണ്ടുവന്നത്. പിന്നെ 19th സെഞ്ചുറി വരുമ്പോഴേക്ക് സോഷ്യൽ ഇക്വാലിറ്റിക്ക് ഇൻഡസ്ട്രിയൽ റെവല്യൂഷനും ലേഷ്യ ഫെയർ ക്യാപിറ്റൽസ് ഒക്കെ ഒരു ഇൻകം ക്യാപ്സ് കൊണ്ടുവന്നു. അപ്പോൾ അവിടെ കാൾ മാർക്സ് ഒക്കെ എന്താണ് ഇക്വാലിറ്റി അഗെയിൻസ്റ്റ് ക്യാപിറ്റലിസ്റ്റ് ക്ലാസ്സിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രശ്നമായി അവിടെ. പൊളിറ്റിക്കൽ ഇക്വാലിറ്റി എക്സ്പ്ലെയിൻ, അത് മോർ പീപ്പിളിന് വോട്ടിംഗ് റൈറ്റ് കൊണ്ടുവരിക എന്നുള്ള കാഴ്ചപ്പാട് വന്നു. 20th സെഞ്ചുറി അതൊരു സോഷ്യൽ മൊബിലിറ്റി ഇൻ ഇന്ത്യൻ സൊസൈറ്റി, ആൻറ്റി ഇമ്പീരിയലിസം, ഡീകോളനൈസേഷൻ, അതുപോലെ തന്നെ എന്താണ് ആൻറ്റി അപ്പാത്തഡിസം, നിങ്ങൾ പറഞ്ഞ സൗത്ത് ആഫ്രിക്കയിലെ വംശീയ പ്രശ്നങ്ങൾക്കെതിരെ. പിന്നെ യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ് 1948 ഇക്വാലിറ്റി ആസ് എ ഗ്ലോബൽ ഹ്യൂമൻ റൈറ്റ് ആയിട്ട് അതിനെ കൊണ്ടുവന്നു. അതൊരു ഇൻഡസ്ട്രിയൽ സൊസൈറ്റീസ്, അതായത് ഇക്വാലിറ്റി എന്ന് പറയുന്നത് എല്ലാ ഡെവലപ്ഡ്, അതായത് നമ്മുടെ തേർഡ് വേൾഡ് കൺട്രീസിലും കൂടെ അപ്ലൈ ചെയ്യുന്ന തരത്തിൽ ഇക്വാലിറ്റിയെ കൊണ്ടുവന്നു. പ്രൊമോട്ടഡ് വിഷൻ ഓഫ് ആൻ ഇന്റർനാഷണൽ സൊസൈറ്റി ബേസ്ഡ് ഓൺ സോഷ്യോ എക്കണോമിക് ഇക്വാലിറ്റി. അതിന്റെ വിഷൻ തന്നെ ഒരു ക്ലാസിന്റെ ഇക്വാലിറ്റി അല്ല, പക്ഷേ ഒരു ഇന്റർനാഷണൽ സൊസൈറ്റി സോഷ്യോ എക്കണോമിക് ഇക്വാലിറ്റിയിൽ അധിഷ്ഠിതമായ ഒരു ഇന്റർനാഷണൽ സൊസൈറ്റിയുടെ രൂപീകരണമായിരുന്നു. നെക്സ്റ്റ് ടോപ്പിക്, വാട്ട് ഈസ് ഇക്വാലിറ്റി? ഇക്വാലിറ്റി അതിന്റെ ഡെഫിനിഷനും കുറച്ച് ആസ്പെക്ട്സ് ആണ് പറയുന്നത്. ഇക്വാലിറ്റി ഈസ് വൺ എമോങ് മെനി ഇമ്പോർട്ടൻറ്റ് പൊളിറ്റിക്കൽ കോൺസെപ്റ്റ്. നമ്മൾ റൈറ്റ് പഠിച്ചു, ലിബർട്ടി പഠിച്ചു, ഇനി ജസ്റ്റിസ് പഠിക്കാൻ പോകുന്നു. അതുപോലെയുള്ളൊരു പൊളിറ്റിക്കൽ കോൺസെപ്റ്റാണ് ഇക്വാലിറ്റി. എവരി മോഡേൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻക്ലൂഡ് ഹ്യൂമൻ ഇക്വാലിറ്റി ആസ് എ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ. ഏതൊരു മോഡേൺ കോൺസ്റ്റിറ്റ്യൂഷനിലും ഹ്യൂമൻ ഇക്വാലിറ്റി, ഇപ്പം ഇൻ ഇന്ത്യ ഇറ്റ് ഈസ് ഡിഫൈൻഡ് ബൈ ആർട്ടിക്കിൾ 14. ഇപ്പം എല്ലാ മോഡേൺ കോൺസ്റ്റിറ്റ്യൂഷനിലും ഹ്യൂമൻ ഇക്വാലിറ്റി ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ആണ്, ഫണ്ടമെന്റൽ റൈറ്റും കൂടിയാണ്. പൊളിറ്റിക്കൽ തിയറീസ് ഓൾസോ ട്രസസ് ഓൺ ദ ഫീസിബിലിറ്റി ഓഫ് സോഷ്യോ എക്കണോമിക് ഇക്വാലിറ്റി. അതുപോലെ തന്നെ പൊളിറ്റിക്കൽ തിയറീസും ഈ സോഷ്യോ എക്കണോമിക് ഇക്വാലിറ്റിയെ കുറിച്ച് എപ്പോഴും സ്ട്രെസ് ചെയ്ത് പറയുന്നുണ്ട്. പിന്നെ നമുക്ക് ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു ഡിഫൈൻ ആണ്. ഇക്വാലിറ്റി ഈസ് റിലേറ്റീവ് ആൻഡ് മസ്റ്റ് ബി അണ്ടർസ്റ്റുഡ് ഇൻ കണ്ടെക്സ്റ്റ്. അപ്പം നമുക്ക് ഒരു ഇക്വാലിറ്റി എങ്ങനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും? ഇപ്പോൾ ഉദാഹരണത്തിന് എല്ലാവരും ഈക്വൽ ആണെന്ന് പറഞ്ഞാൽ ഇറ്റ് ഡസ് നോട്ട് മീൻ ഐഡന്റിക്കൽ ട്രീറ്റ്മെന്റ് ഓർ റിവാർഡ്. നമുക്ക് ഒരു മാത്തമാറ്റീഷ്യനെയും ഒരു ബ്രിക്ലെയറെയും ഒരുപോലെ ട്രീറ്റ് ചെയ്യാൻ പറ്റുമോ? ഐ ആം നോട്ട് സെയിങ് ഇറ്റ്സ് അബൌട്ട് പ്രിവിലേജസ്. ഒരാൾക്ക് കൊടുക്കേണ്ട സാഹചര്യങ്ങളായിരിക്കില്ല മറ്റൊരാൾക്ക് കൊടുക്കേണ്ടത്. അപ്പോൾ ദൈ കനോട്ട് ട്രീറ്റ് ഐഡന്റിക്കലി. അതുപോലെ നാച്ചുറൽ ഇൻഇക്വാലിറ്റീസ് ഉണ്ട്. ടാലന്റ്, കപ്പാസിറ്റി, ഫിസിക്കൽ, മെന്റൽ എബിലിറ്റി, അത് അൺഅവോയ്ഡബിൾ ആണ്. നമുക്ക് നാച്ചുറലി ചിലവർ കൂടുതൽ ഫിസിക്കൽ കപ്പാസിറ്റി ഉണ്ടായിരിക്കും, മെന്റൽ എബിലിറ്റി ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് അങ്ങനെയുള്ളവർക്ക് കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കേണ്ടി വരും. അപ്പോൾ അവിടെ നമ്മൾ എങ്ങനെ ഇക്വാലിറ്റിയെ ഡിഫൈൻ ചെയ്യും? അപ്പോൾ എങ്ങനെയാണ് ഇക്വാലിറ്റി വരുക? വെൻ അൺഈക്വൽ ആർ ട്രീറ്റഡ് ഈക്വലി, ഈക്വൽസ് ആർ ട്രീറ്റഡ് അൺഈക്വലി. ഇപ്പോൾ ഒരു ഫിസിക്കലി ഡിസേബിൾഡ് സ്റ്റുഡൻറ്റ് ഫുള്ളി ഏബിൾ സ്റ്റുഡൻറ്റും ഒരേ ഓട്ട മത്സരത്തിൽ പങ്കെടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇൻജസ്റ്റിസ് ആണ്. അപ്പോൾ പറയും എല്ലാവർക്കും ഇക്വാലിറ്റിയാണ് നമ്മൾ കൊടുക്കുന്നത്, തുല്യതയാണ് എന്ന് പറഞ്ഞാൽ അത് ഇൻജസ്റ്റിസ് ആണ് അവിടെ. അപ്പോൾ ഫിസിക്കലി കാലിന് വയ്യാത്തൊരു കുട്ടിയോട്, നല്ല ആരോഗ്യമുള്ള ഒരു കുട്ടിയോട് ഓടാൻ പറയുന്നത് ഈക്വാലിറ്റി ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി ട്രീറ്റിംഗ് ദം ഈക്വൽ ഇൻ റൂൾ ഈസ് ആക്ച്വലി അൺഫെയർ. അപ്പോൾ അൺഈക്വൽഡ് ഈക്വൽ ആയിട്ട് ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു ഇൻജസ്റ്റിസ് വന്നു. ഒരു ഈക്വൽ ട്രീറ്റഡ് അൺഈക്വലി, അതും ഇൻജസ്റ്റിസും ആണ്. ഇപ്പോൾ രണ്ട് സ്റ്റുഡൻസ് സെയിം ക്വാളിഫിക്കേഷന് വന്നു. ഇപ്പോൾ ഒരാളെ നമ്മൾ റിജക്റ്റ് ചെയ്തു, കാസ്റ്റോ റിലീജിയനോ ജെൻഡറോ എന്തെങ്കിലും ബേസ് ചെയ്തിട്ട്. അപ്പോൾ ഇവിടെ ഈക്വൽസിന് നമ്മൾ ഡിഫറെൻ്റ് ആയിട്ട് വിത്തൗട്ട് വാലിഡ് റീസൺ അൺഈക്വൽ ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നു. അപ്പോൾ ആ ഒരു ഇത് വരുന്ന സമയത്ത് അവിടെ ഇൻജസ്റ്റിസ് വന്നു. പിന്നെ ഇതിന്റെ സോഴ്സസ് ആയിട്ട് പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഒന്നെന്ന് പറയുന്നത് നാച്ചുറൽ ഇൻഇക്വാലിറ്റി ഗിഫ്റ്റഡ് ബൈ നാച്ചുർ, സോഷ്യലി ക്രിയേറ്റഡ് ഇൻഇക്വാലിറ്റീസ് ബേസ്ഡ് ഓൺ ബർത്ത്, വെൽത്ത്, നോളജ്, റിലീജിയൻ എക്സെട്ര. സോഷ്യലി ക്രിയേറ്റഡ് ഇൻഇക്വാലിറ്റീസ് കാസ്റ്റ് ഒക്കെ വരുന്നുണ്ട്. പിന്നെ ഹിസ്റ്റോറിക്കൽ ക്ലെയിംസ് ഫോർ ഇക്വാലിറ്റി, ലിബറലിസം പറയുന്നത് all men's are equal by birth, challenges to property based franchise ആണ്. എല്ലാ മനുഷ്യരും ഈക്വൽ ആണ് ബർത്ത് കൊണ്ട്. അപ്പോൾ പ്രോപ്പർട്ടി ബേസ്ഡ് ആയിട്ട് വരുന്ന ആ ഒരു സംഭവത്തെ ലിബറലിസത്തിലൂടെ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. പിന്നെ ഡിക്ലറേഷൻ ഓഫ് റൈറ്റ് ഓഫ് മെൻ, റെക്കഗ്നൈസ്ഡ് സുപ്പീരിയർ ടാലന്റ് ക്യാരക്ടർ ആസ് വാലിഡ് ഗൺ ഫോർ ഡിസ്റ്റിങ്ഷൻ ഇൻ വെൽത്ത്, ഹോണർ ആൻഡ് പവർ. അപ്പം അത് നമ്മൾ എന്താണ് അതിൻ്റെ 20th സെഞ്ചുറി ആകുമ്പോഴേക്ക് ഈ പ്രിവിലേജ് ബേസ്ഡ് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന് നമ്മൾ മെറിറ്റ് എക്സാമിനേഷനിലേക്ക് കൊണ്ടുവന്നു. ഏതെങ്കിലും ഒരു ജാതിയിൽ ജനിച്ചതുകൊണ്ട് അവർക്ക് എഡ്യൂക്കേഷൻ ഓപ്പർച്യൂണിറ്റി കൊടുക്കുക എന്നതല്ല, മറിച്ചിട്ട്
എങ്ങനെയാണോ മെറിറ്റ് എക്സാമിൽ കാണിക്കുന്നത്, അതിനെ ആണ് നമ്മൾ, അതായത് ടാലന്റും ക്യാരക്ടറും ആണ് നമ്മൾ എന്താണ് വാലിഡ് ഗ്രൗണ്ട് ആയിട്ട് മാറുന്നത്. പിന്നെ ഇക്വാലിറ്റിയുടെ തന്നെ ഒരു ഡൈനാമിക് നാച്ചർ, ഇതൊരു കൺക്രീറ്റ് കണ്ടെക്സ്റ്റിലാണെങ്കിൽ മാത്രമേ ഇതിന് നിലനിൽപ്പുള്ളൂ. ഇപ്പൊ ഹിസ്റ്ററി എന്ന് പറയുന്നത് ഒരു ഇക്വാലിറ്റി എലിമിനേറ്റ് ഒരു ഇൻഇക്വാലിറ്റി എലിമിനേറ്റ് ചെയ്യുന്ന സമയത്ത് മറ്റൊന്ന് ക്രിയേറ്റ് ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഉദാഹരണത്തിന് ഒരു പെർഫെക്റ്റ് ഇക്വാലിറ്റി ഒരു സൊസൈറ്റിയിലും ഇല്ല. നമ്മളിപ്പോൾ ഫ്യൂഡലിസം നമ്മൾ അബോളിഷ് ചെയ്തു എന്ന് പറയും, പക്ഷെ ക്യാപിറ്റലിസം ഇന്ന് നിലനിൽക്കുന്നുണ്ട് ഈ മോഡേൺ സൊസൈറ്റിയിൽ. അതൊരു സത്യമാണ്. എക്കണോമിക് ഇനിക്വാലിറ്റി ഉണ്ട്, പക്ഷെ നമ്മളത് ആക്സെപ്റ്റ് ചെയ്യുന്നു. നമ്മൾ ഫ്യൂഡലിസത്തിനെ നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യുന്നു, ഫ്യൂഡലിസത്തിനെതിരെ നമ്മൾ പറയുന്നു, പഴയ കാലത്തെ ഫ്യൂഡലിസത്തെ ഇന്ന് വിമർശിക്കുമ്പോൾ ഇന്നത്തെ ക്യാപിറ്റലിസ്റ്റ് ഇവിടെയുണ്ട്, ഇതിനെതിരെ നമ്മളൊന്നും പ്രവർത്തിക്കുന്നില്ല. പക്ഷെ അന്ന് ഓൾഡ് ഇനിക്വാലിറ്റിയിലെ അടിമത്തത്തിനെ നമ്മൾ വിമർശിക്കുന്ന സമയത്ത് ഇന്നത്തെ ന്യൂ ഇനിക്വാലിറ്റിയിൽ റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ ഉണ്ട്, ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ഉണ്ട്, അൺഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പൊ ഇതിനെ നമ്മൾ വിമർശിക്കുന്നില്ല, നമ്മൾ ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നു. പിന്നെ കൊളോണിയൽ റൂൾസ് അവസാനിച്ചു, പക്ഷെ ഇവിടെ ന്യൂ ഇനിക്വാലിറ്റി ഉണ്ട്, എക്കണോമിക് ഡിപ്പെൻഡൻസി. ഓരോ രാജ്യം, ഇപ്പൊ നമ്മൾ ഈ പറയുന്ന ഇന്ത്യ പോലും ചില ഘട്ടങ്ങളിൽ ഈ വെസ്റ്റേൺ കൺട്രീസിന്റെ ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിക്കേണ്ടി വരുന്നുണ്ട്. അപ്പൊ അവിടെ ആ എക്കണോമിക് ഡിപ്പെൻഡൻസിയെ നമ്മൾ ജസ്റ്റിഫൈ ചെയ്യുന്നു. അപ്പോൾ ഒരു ഫോമിൽ നിന്ന് മാറി മറ്റൊരു ഫോമിൽ നിന്ന് എപ്പോഴും ഇവിടെ ഈക്വാലിറ്റി ഉണ്ട്. പിന്നെ വേറൊരു കൺസെപ്റ്റ്, ഈച്ച് ജനറേഷൻ മസ്റ്റ് റീഇൻറ്റർപ്രറ്റ് ആൻഡ് റീഇൻഫോഴ്സ് ഇക്വാലിറ്റി. ഓരോ തലമുറകളെ സംബന്ധിച്ചിട്ട് ഇക്വാലിറ്റി ഒരുപോലെ ആയിരിക്കുകയില്ല, കാലഘട്ടം മാറുന്നതനുസരിച്ച് ഇതിന്റെ വശങ്ങൾ മാറും. ഇപ്പോൾ 18th സെഞ്ചുറിയിലാണ് ഇക്വാലിറ്റി എന്ന് പറയുന്നത് നിയമപരമായിട്ടുള്ള ഒരു അവകാശങ്ങളും രാഷ്ട്രീയപരമായിട്ടുള്ള അവകാശങ്ങളുമായിരുന്നു, ജസ്റ്റ് ലീഗൽ ആൻഡ് പൊളിറ്റിക്കൽ റൈറ്റ്. 19th സെഞ്ചുറിയിൽ അതെന്തായി, എക്കണോമിക് ആൻഡ് സോഷ്യൽ ഇക്വാലിറ്റി ആയി. 20th സെഞ്ചുറി ജെൻഡർ, റേസ്, ഗ്ലോബൽ ജസ്റ്റിസിലോട്ട് മാറി. ഇനി വരുന്നത് ഒരു എൻവയോൺമെന്റൽ ഇക്വാലിറ്റി എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് കൂടി വരുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഓരോ കാലഘട്ടത്തിനനുസരിച്ചിട്ട് റീഡിഫൈനും റീഇൻഫോഴ്സും, അതായത് ഈ ജനറേഷൻ മസ്റ്റ് റീഇൻറ്റർപ്രറ്റഡ് ആൻഡ് റീഇൻഫോഴ്സ് ഇക്വാലിറ്റി എന്നാണ് പറയുന്നത്. അപ്പൊ ഒരു സ്റ്റാറ്റസ് കോ അതിനെപ്പോഴും അത് ചലഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ റീഇൻറ്റർപ്രറ്റേഷനും റീഇൻഫോഴ്സിങ്ങും മസ്റ്റ് ആണ്. അപ്പം നെഗറ്റീവ് ആസ്പെക്റ്റ് ആണെങ്കിൽ എൻഡ് ഓഫ് പ്രിവിലേജ്, സോഷ്യൽ, എക്കണോമിക്, ഫ്യൂഡൽ. പോസിറ്റീവ്, ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് ഫോർ ഓൾ ടു ഡെവലപ്പ് ദർ പേഴ്സണാലിറ്റി. പിന്നെ ഇതിന്റെ നമ്മുടെ ലാസ്റ്റ് കീ ഇവിടെയും കുറെ എക്സ്പ്ലനേഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. ആബ്സെൻസ് ഓഫ് സ്പെഷ്യൽ പ്രിവിലേജ്, ഇക്വാലിറ്റി ഓഫ് റൈറ്റ്സ്, എവരിവൺ വിൽ ഈസ് ഈക്വൽ, അഡിക്വേറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ ഓൾ, എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് മസ്റ്റ് ബി അവൈലബിൾ ടു ഓൾ, ഡിസ്പാരിറ്റി ഇൻ നോളജ് ക്രിയേറ്റ് പവർ ഇംബാലൻസസ് എന്നാണ് പറയുന്നത്. എല്ലാവർക്കും ഒരുപോലെ കൊടുക്കുക. അപ്പൊ ആ നോളജിൽ നമ്മൾ വ്യത്യാസം, ഒരു ഡിസ്പാരിറ്റി വന്നു കഴിഞ്ഞാൽ അവിടെ ഇംബാലൻസസ് ഉണ്ടായിരിക്കും. പിന്നെ സോഷ്യൽ ബെനിഫിറ്റ്, നോ റെസ്ട്രിക്ഷൻ ഓൺ ഗ്രൗണ്ട് ബർത്ത്, പാരന്റേജ് ഓർ ഹെറിഡിറ്ററി കോസസ്. ആ ഒരു സോഷ്യൽ ബെനിഫിറ്റിന് ഒരിക്കലും നമ്മൾ ബർത്തോ അല്ലെങ്കിൽ വംശീയമായിട്ടോ ഒന്നും ഒരു റെസ്ട്രിക്ഷൻ കൊണ്ടുവരാൻ പാടില്ല. എക്സ്പ്ലോയിറ്റേഷൻ എൻഡ് ചെയ്യുക. ആബ്സെൻസ് ഓഫ് എക്കണോമിക് ആൻഡ് സോഷ്യൽ എക്സ്പ്ലോയിറ്റേഷൻ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിന്റെ സെക്കൻഡ് പാർട്ട് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഇതിന്റെ അടുത്ത ഭാഗം അടുത്ത വീഡിയോയിൽ ഉണ്ടായിരിക്കുന്നതാണ്. താങ്ക് യു.